9E5. ഓക്കെ, 9E5 പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക്. അപ്പൊ എന്താ ഈ 9E5 9 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 9 ലക്ഷം. എന്താ 9 ലക്ഷം? ഒറാക് വാല്യൂ അല്ലെ? അതെന്താ ഈ ഒറാക് വാല്യൂ? അതായത് ടോട്ടൽ ആന്റി ഓക്സിഡൻസ് എത്രയാണ്, ആന്റി ഓക്സിഡൻസ് കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളതാണ് ഇതിന്റെയും ആവശ്യകത. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് ബെറി പഴങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ബെറി പഴങ്ങളുണ്ട്, നെല്ലിക്കയുണ്ട്, നോനി പഴങ്ങളുണ്ട്, കറ്റാർവാഴയുണ്ട്. അപ്പൊ ഇത്രയും എണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ 9E5. അപ്പൊ ഇത് കേവലം ആന്റി ഓക്സിഡൻസ് റിച്ച് മാത്രമല്ല, ഇത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി നമ്മൾക്ക് നൽകുന്നുണ്ട്. ഗോജി ബെറി എടുക്കുകയാണെങ്കിൽ അത് ക്യാൻസർ വരാതെ സംരക്ഷിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ സ്ട്രോബെറി എടുക്കുകയാണെങ്കിലോ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു. ബ്ലാക്ക് ബെറി ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്, ഇപ്പൊ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ളതാണ് അത്. പിന്നെയാണെങ്കിൽ ബ്ലൂബെറി. ഇപ്പൊ ബ്ലൂബെറി എന്താണ്? ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ബ്ലൂബെറിയിൽ. ആന്റി ഏജിങ് പ്രോപ്പർട്ടി എന്താണ്? ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ ആളുടെ പ്രായം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്നത്തെ കാലത്തിൽ? ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ പലപ്പോഴും കുട്ടികളുമായിട്ട് വരികയാണ്, അമിതവണ്ണമായിട്ട് വരികയാണ്. നമ്മൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 5ാം ക്ലാസ്സിലാണ്. അപ്പൊ 5ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ആ ഒരു വളർച്ചയല്ല ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്നത്. ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലോ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കുട്ടികൾക്ക് മെൻസസ് വരുന്നത്. അപ്പൊ നമുക്കറിയാം ആ ഒരു പ്രായത്തിലൊക്കെ കുട്ടികള് മുതിർന്ന അല്ലെ എന്താണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു പ്രായത്തിന് മുൻപേ തന്നെയാണ്. അപ്പം 20-25 വയസ്സിൽ വരേണ്ട അസുഖമാണോ ഈ ബ്ലഡ് പ്രഷറും സന്ധിവേദനയും തേയ്മാനവും ഒക്കെ? ആണോ? അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള നേരത്തെ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കോശങ്ങൾ നേരത്തെ തന്നെ എന്താണ് വേഗത്തിൽ തന്നെ മെച്യൂർ ആയിട്ട് അവ ഡെത്ത് സംഭവിക്കുകയാണ് കോശങ്ങൾക്ക്. അപ്പൊ ഇത്തരത്തിലുള്ളതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് നമ്മളുടെ ബ്ലൂബെറീസ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ചെറിയ പഴങ്ങൾ. അത് നമ്മളുടെ ബ്രെയിനിനെ സ്മൂത്തൻ ചെയ്യുന്നതാണ്. ബ്രെയിൻ ന്യൂറോൺസിന് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം കൃത്യമാക്കുന്നതിൽ സഹായിക്കുന്നതാണ്. ക്രാൻബെറി ആസ്മ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയൊന്നും വരാതെ സംരക്ഷിക്കുന്നു. എൽഡർബെറി നല്ല രീതിയിലുള്ള ഒരു ആന്റി വൈറൽ കർമ്മം ഉള്ളതാണ് എൽഡർബെറിയിൽ. റാസ്പെറിയിൽ നല്ല രീതിയിൽ നാരടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് പറയും? നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. അത്തരത്തിൽ റാസ്പെറിയിൽ നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസും ഉണ്ട്, അതോടൊപ്പം നാരും അടങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് കറന്റ് ബെറി, അപ്പൊ അതൊരു ആർത്രൈറ്റിസ്, റുമാറ്റിസം പോലെയുള്ള പ്രശ്നങ്ങളിലൊന്നും വരാതെ സംരക്ഷിക്കുന്നതാണ്. പിന്നെ നെല്ലിക്ക ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്കയിൽ. അതുപോലെ തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ് നെല്ലിക്ക. അതുപോലെ തന്നെ എന്താണ് പ്രമേഹത്തിനൊക്കെ ചെറുത്ത് നിർത്തുന്നതാണ് നെല്ലിക്ക. നല്ല രീതിയിൽ രസായന ഗുണങ്ങൾ, അതുപോലെ തന്നെ വയസ്താപനേഷു അഗ്രേമാണ് നെല്ലിക്ക. അതായത് വയസ്സിന് ഈ ആന്റി ഏജിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് നല്ല രീതിയിലുള്ളതാണ് നെല്ലിക്ക. നോനി പഴങ്ങൾ നല്ല ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, നാരടങ്ങിയിട്ടുള്ളതാണ്, ക്യാൻസർ പോലുള്ള വ്യാധികളൊക്കെ വരാതെ സംരക്ഷിക്കുന്നതാണ്. അലോയിവേര എന്താണ്? 20ലധികം വ്യാധികളിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, പ്രമേഹത്തിന് നല്ലതാണ്, അൾസർ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരാതെ സംരക്ഷിക്കുന്നതാണ്. ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മളുടെ 9E5. ഒരു സാഷെ വീതം രാവിലെ കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇതൊരു ക്യാൻസർ, ഇപ്പൊ പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും? ക്യാൻസർ ഉള്ളവരെ തേടി പിടിച്ച് 9E5 കൊടുക്കും. അത് ശരിയാണോ? ക്യാൻസർ ഉള്ളവർക്ക് ഉള്ളതാണോ 9E5? അല്ല, നമുക്ക് എല്ലാവർക്കും, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു രോഗം വന്ന് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വന്ന ഒരാളെ തേടി പിടിച്ച്, ക്യാൻസർ വന്ന ഒരാളെ തേടി പിടിച്ച് ഉള്ളവർക്ക് ഉള്ളതല്ല നമ്മളുടെ ഈ 9E5. ഓക്കെ, അതേസമയം ക്യാൻസർ വന്നിട്ടുള്ളവർക്ക് നമുക്കിത് കൊടുക്കാമോ? കൊടുക്കാം. നമുക്ക് അവരുടെ ക്യാൻസർ പോവാൻ വേണ്ടിയിട്ടാണോ? ആണോ? ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാരിൽ എന്താണ്? ആൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ആളുടെ ബോഡി വെയിറ്റ് ഒക്കെ നല്ല രീതിയിൽ കുറവായിരിക്കും. ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ പേഷ്യന്റ് ഫസ്റ്റ് വന്നതും പിന്നീട് ഒരു 2 monthsന് ശേഷം ഫോളോ അപ്പിന് വരുന്ന പേഷ്യന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നതാണ്. നല്ല രീതിയിൽ വെയിറ്റ് ലോസ് അവരിൽ ക്യാൻസർ ഉള്ള ആൾക്കാരിൽ ഉണ്ടാവാറുണ്ട്. ഇനി കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തവരുടെ കാര്യം പറയണ്ട, ഫുള്ളി അവരെന്താണ് ഭയങ്കര ശോഷിച്ച് അവശ നിലയിലൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരിൽ
നമ്മളുടെ ന്യൂട്രി ലൈഫ് പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ 95 പോലുള്ളതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ആ അടുത്ത കീമോ അല്ലെങ്കിൽ അടുത്ത റേഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശക്തിയാണ്, അവർക്ക് കുറച്ചുകൂടി ഒരു എനർജി സപ്ലിമെന്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ആ ക്യാൻസർ 95 ഒരു 5 പാക്കറ്റ് 95 കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ക്യാൻസർ എന്നേക്കും മാറും എന്നാണോ? അല്ല. നിങ്ങൾക്ക് ആൾക്കാരുണ്ട് കക്ക കഴിക്കുമ്പോൾ അലർജി ഉള്ള ആൾക്കാരുണ്ട്, പോർക്ക് അല്ലെങ്കിൽ ബീഫിനോട്, പപ്പായയോട്, ഇതൊക്കെ അലർജി കോസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് പലർക്കും. അപ്പൊ പാല് കുടിക്കുന്ന ഒരാൾക്ക് അലർജി അല്ലെങ്കിൽ ചെമ്മീൻ കഴിക്കുന്ന ഒരാൾക്ക് അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ എല്ലാവർക്കും ചെമ്മീൻ കാരണം അലർജി, അതുകൊണ്ട് ആരും ചെമ്മീൻ ഉപയോഗിക്കരുത് എന്നാണോ? ആണോ? അല്ല. അപ്പൊ അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ശരി, നിന്നെ കാണുമ്പോൾ നിനക്ക് ചെമ്മീന്റെ അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് ആളുടെ ശരീരം അതിനോട് ഓരോ സബ്സ്റ്റൻസിനോടും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഒരു അലർജിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്കും എന്നെ ശരി ഇയാൾക്ക് ചെമ്മീൻ്റെ അലർജിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മളുടെ കയ്യിലൊരു ഇതുണ്ട്, അതിൽ നമ്മളുടെ പേപ്പറിൽ പല അലർജൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും നിങ്ങൾ ഈ ദിവസങ്ങളിൽ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടാബ്ലറ്റ്സ് അപ്പൊ നമ്മളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കും. നിങ്ങൾ ഈ പറയുന്ന എന്തിനെങ്കിലും ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, എന്തെങ്കിലും പൂമ്പൊടി ഏറ്റിട്ടുണ്ടോ? അപ്പൊ അത് ചോദിക്കുമ്പോഴാണ് ആള് പറയുന്നത് ഞാൻ ഇത് ഇന്ന് കഴിച്ചിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. പല ആൾക്കാർക്കും എന്താണ്